പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പാർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പാർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ. ഇതാണ് എൻ്റെ കോളേജ്, ലാസ്യ കോളേജ് പിലാത്ര. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് റോവ്ന, കാവ്യ വിജയൻ, വിദ്യ, കീർത്തന, നിമിഷ, ശ്രേയ, ആര്യ. ഇവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. പാടാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ നീളേ തളിരാർന്നു പൂവനങ്ങൾ അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മീഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എന്റെ മലിക്കുൽ ജബ്ബാറിന്റെ തിരുമുമ്പിലൊരിക്കൽ വീണു നമസ്കരിക്കും. ഞാൻ കീഴുതുവായിരിക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം
വളരെയധികം സന്തോഷമുണ്ട് ശ്രുതി ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. ഞങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടുകാർക്ക് ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ ശ്രുതി ഫൈനലിലൂടെ നല്ല ഒരു ഫസ്റ്റ് റാങ്ക് ഇതിലൂടെ നേടി വരുമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതി അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രുതി. ശ്രുതിക്ക് ഞങ്ങളുടെ കോളേജിൻ്റെ വക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റുഡൻസിൻ്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. मैं जो भी हो तुम ही तो हो, मुझे तुमसे मिली अपनी अदा, तुम ही हो, अर्ज भी मेरा मर्ज भी, चैन भी मेरा दर्द भी, मेरी आशिकी अब तुम ही हो. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം, ദൂരെ നിന്നും ആളൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നേ വരെ വന്നില്ലാരും. ഇതെൻ്റെ മ്യൂസിക് ടീച്ചറാണ്. ടീച്ചറുടെ പേര് സംഗീത. ശ്രുതി BA മ്യൂസിക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ശ്രുതിയുടെ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാവത്തോടു കൂടി പാടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ 14 രാവ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഫൈനലിൽ നല്ലൊരു സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പാർവതി പരമേശ്വരി ശ്രീ പാഹി മാം 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 പാർവതി പരമേശ്വരി.
മ്യൂസിക് കൂടാതെ നൃത്തവും കൂടിയുണ്ട്. ഭരതനാട്യം, BA ഭരതനാട്യം, MA ഭരതനാട്യം ഉണ്ട്. ഇവർ ഭരതനാട്യം പഠിക്കുന്ന സീനിയേഴ്സാണ്. അവരുടെ ഒരു ഡാൻസ് നമുക്ക് കാണാം. തെയ്യം തോം കിട്ടത്തക്ക തെയ് തെയ്യം തോം കിട്ടത്തക്ക തോം തോം പതിനാലാം രാവ് എന്ന പരിപാടിയിൽ ഞങ്ങളുടെ കോളേജിലെ ശ്രുതി എന്ന വിദ്യാർത്ഥി ഇന്ന് ഫൈനൽ റൗണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കോളേജിന് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. അവൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ എത്തുന്നതിനായിട്ട് നമ്മുടെ കോളേജ് അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. அருள் மணக்குது அரபு நாட்டிலே
ശ്രുതി ഈ കോളേജിൽ ഫസ്റ്റ് ഇയർ മ്യൂസിക് വിദ്യാർത്ഥിനിയാണ്. 14 രാവ് എന്ന റിയാലിറ്റി ഷോയിൽ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അവൾക്ക് അതിൽ ഫസ്റ്റ് കിട്ടണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ദേശ മെലിഞ്ഞൊരു കിഴവനു സലാമായി ചൊന്നേ. ലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ദേശ മെലിഞ്ഞൊരു കിഴവനു സലാമായി ചൊന്നേ. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നുടയൻ കൊതി എന്ന് ചൊൽച്ചാറ്റി ഉന്നുടയ കിഴവൻ പുകൾ പോറ്റി. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നുടയൻ കൊതി എന്ന് ചൊൽച്ചാറ്റി ഉന്നുടയ കിഴവൻ പുകൾ പോറ്റി. പോറ്റിയുടെ പരതവൻ പ്രിയമോടെ ഹബീബുല്ലാവേ പോരിശ കടലുട ദിനകരം റസൂലുള്ളാവേ. പോറ്റിയുടെ ഫർദവൻ പ്രിയമോടെ ഹബീബുല്ലാവേ പോരിശ കടലുട ദിനകരം റസൂലുള്ളാവേ. ലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ദേശ മെലിഞ്ഞൊരു കിഴവനു സലാമായി ചൊന്നേ. എന്നെ പെറ്റ മണ്ണേ ഞാനിറങ്ങിപ്പോന്ന മണ്ണേ മണ്ണു തെളിയണം മാനം തെളിയണം മാലൊഴിഞ്ഞീ മനം തെളിയണം ദിക്കു തെളിയണം ദേശം തെളിയണം ദേശത്താലഞ്ചീശ്വരൻ തെളിയണം. കണ്ടനും കൊമരനും കൊമരപ്പണ്ണിക്കന്നുമുള്ള അഡ്ഡന്മാരു ഗുഗുഗുഗു. കണ്ടനും കൊമരനും കൊമരപ്പണ്ണിക്കന്നുമുള്ള അഡ്ഡന്മാരു ആ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ. ചക്കിയും നീലിയും കോതവിളച്ചിയുമുള്ള അഡത്തികളോ ഗുഗുഗുഗു. ചക്കിയും നീലിയും കോതവിളച്ചിയുമുള്ള അഡത്തികളോ ആ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ. വീരനും കറുമ്പനും ചോറ് കൊടുത്തണ്ടുള്ള അഡ്ഡന്മാരോ ഗുഗുഗുഗു. വീരനും കറുമ്പനും ചോറ് കൊടുത്തണ്ടുള്ള അഡ്ഡന്മാരോ ആ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ ഇത്തയ്യരയ്യരയ്യരയ്യരയ്യരയ്യോ. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം ഞാൻ പ്രണയിക്കുമീ സുദിനം. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം ഞാൻ പ്രണയിക്കുമീ സുദിനം. മാമവതു ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി. കാമകോടി പീഠനിവാസിനി മാമവതു ശ്രീ സരസ്വതി. കാമകോടി പീഠനിവാസിനി മാമവതു ശ്രീ സരസ്വതി. കോമളകരസരോജ ധൃതവീണ കോമളകര
സരോജ ധൃതവീണ കോമള കര സരോജ ധൃതവീണ കോമള കര സരോജ ധൃതവീണ സീമാദീത വരഭക്തിഭൂഷണ സീമാദീത വരഭക്തിഭൂഷണ മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഠ. ഞാൻ കുട്ടിയുടെ അയൽവാസിയാണ്. പാട്ടിപ്പോൾ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. അവൾ നല്ല ഉയരങ്ങളിലെത്താൻ ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല
ആശത്തോ മലരിൻ മഹത്വം ശീലുകളാക്കേണം ഉമറിൻ നീതിയും അലിയുടെ ശൗര്യവും വാഴ്ത്തിപ്പാടേണം എനിക്കിൻ ഹദീസുകൾ നെഞ്ചേറ്റണം ഖുർആൻ വചനങ്ങൾ ഉണർവാക്കണം ഉറുതികളൊത്തിരി നാവിൽ മൊഴിഞ്ഞാൽ ഈരടി വെല്ലാനൊക്കുമോ അൻസാരി സ്ത്രീകൾ ത്വാഹ റസൂലിനെ പാട്ടാൽ വരവേറ്റില്ലയോ പാട്ടാൽ വരവേറ്റില്ലയോ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല സ്വരമാധുരി തന്ന റബ്ബേ സ്തുതി നിന്നില്ല പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല സ്വരമാധുരി തന്ന റബ്ബേ സ്തുതി നിന്നില്ല ദിക്റിൽ നിറയും സംഗീതം ബാങ്കിൽ ലഫ്ലിൽ സംഗീതം സിരകളിൽ നുരയും സംഗീതം സർവാദിനാഥന്റെ അനുഗ്രഹം അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല സ്വരമാധുരി തന്ന റബ്ബേ സ്തുതി നിന്നെ യാ അല്ലാ 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 ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ അല്ലാ അല്ലാ ഫലകൽ ഹംദ് അല്ലാ അല്ലാ വലക ശുക്ർ നമ്മളിപ്പോൾ ഉള്ളത് ശ്രുതിയുടെ വീട്ടിലാണ്. മണ്ടൂരുള്ള നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ശ്രുതിയുടെ വീട്ടിലെത്തിയത്. നമ്മുടെ ഗാനമേളയൊക്കെ നന്നായി പാടുന്നൊരു കുട്ടിയാണ് ശ്രുതി. ശ്രുതിയുടെ ആ കഴിവ് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്കൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 14 രാവിലെ ഓഡിഷൻ നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞാണ് ശ്രുതിയും അച്ഛനും അവിടെ ഓഡിഷന് പോകുന്നത്. എന്തായാലും അതിൽ സെലക്ഷൻ കിട്ടുകയും ഇപ്പോൾ ഫൈനൽ വരെ എത്തിയിരിക്കുകയും ചെയ്യാണ്. ആ ഒരു സന്തോഷം നാട്ടുകാരും വീട്ടുകാരൊത്ത് നമ്മളും സന്തോഷിക്കുകയാണ്. കാരണം നമ്മളെ കൂടെ പ്രവർത്തിച്ച ഒരു കുട്ടി വലിയൊരു നിലയിലെത്തുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈനലിലും നല്ലൊരു വിജയം നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മുത്തുവൈര കല്ലുവെച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം താമരപ്പൂവിൻ്റെ മുട്ട് കൊരുത്ത മാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് മുത്തുവൈര കല്ലുവെച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം താമരപ്പൂവിൻ്റെ മുട്ട് കൊരുത്ത മാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത് മാതക കണ്ണും മിഴിച്ച് മാതകത്വം വാർന്നൊലിച്ച് മാരനൊപ്പം ചേരും നേരം പെണ്ണിനെന്ത് സീനത്ത് മണിയറയ്ക്കുള്ളിൽ വസിത്ത് മധുരത്തേൻ കനിയും നുണച്ച് മയങ്ങുനേരം സുന്ദരാംഗി കിന്തരാഹത്ത് തനദന്ത 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 തനദാനിനോ
തനതന്ത 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 തനതാനിനോ മുത്തുവൈര കല്ലു വെച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം താമരപ്പൂവിൻ്റെ മുട്ട് കൊരുത്ത മാലയം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാറൻ എത്തും ചാരത്ത് ഓമന പെണ്ണിൻ്റെ മാറൻ എത്തും ചാരത്ത് തനതന്ത 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 തനതാനിനോ തനതന്ത 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 തനതാനിനോ തനതന്ത 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 തനതാനിനോ തനതന്ത 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 തനതാനിനോ. ഇതെൻ്റെ അച്ഛൻ, അമ്മ, അമ്മമ്മ, അനിയൻ. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 14 രാവിലെ ഫൈനലിൽ എത്താൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് അച്ഛൻ തന്നിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട്. ഓരോ പാട്ട് എടുക്കുമ്പോഴും അതിലത്തെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യും. പാട്ട് വൃത്തിയിൽ പഠിപ്പിക്കും. ഞാൻ ചിലപ്പോൾ മടി കാണിച്ചിരുന്നെങ്കിൽ അച്ഛനത് എഫേർട്ട് എടുത്തിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഫൈനലിൽ ഞാൻ എത്താൻ കാരണം എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അച്ഛനില്ലാതെ ഞാൻ ഫൈനലിൽ എത്തില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. അമ്മയും ചെറുതായിട്ട് പാടും, അപ്പം അമ്മയും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരും, നല്ലോണം സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ അനിയൻ, അവനും പാടും. അവനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ കലോത്സവത്തിലൊക്കെ പാടാറുണ്ട്. അപ്പം ഞാൻ പഠിക്കുന്ന ഓരോ പാട്ടും അവനും പഠിക്കും. എന്നിട്ട് അവനാണിപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. മകൾ പറഞ്ഞ പോലെ ഞാൻ അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ടെങ്കിലും അവൾ തന്നെയാണ് പാടിയിട്ട് ഇത്ര വരെ എത്തിയത്. ഞാൻ സഹായിക്കുമെന്നല്ലാതെ അവളുടെ എഫേർട്ട് അതിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. 14 രാവ് സീസൺ 4 മീഡിയ 1 ചാനലിൽ പാടാൻ മറ്റൊരു ഭയങ്കര സന്തോഷമുണ്ട്. അതുമാത്രമല്ല ഫൈനലിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അത്രയും ടഫ് മത്സരമായിരുന്നു. അതിൽ ഇത്രയും എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല ഈ ഏത് റിയാലിറ്റി ഷോയിലും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ മീഡിയ 1 ചാനലിലുണ്ട്. ന്യൂ സോങ് റൗണ്ട് വെച്ചാൽ ശ്രുതി ഇപ്പം 5 പാട്ട് പാടി. അതിപ്പോൾ ശ്രുതി പാടിയതായിട്ടാണ് ഇപ്പം അംഗീകരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഫൈനലിൽ നല്ലതായി പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ മോൾ ഇത്രപ്പര പാടിയത് ദൈവത്തിൻ്റെ ശേഷി കൊണ്ട് ഇത്രപ്പര പാടിയെന്ന് വിചാരിക്കാൻ പറ്റും. എൻ്റെ ചേച്ചി പിന്നെ 14 രാവ് ഫൈനലിലെത്തി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഗസൽ മുത്തുകൾ ഒളിച്ചിരിക്കുന്ന കടൽ